ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി മുട്ടത്തോരൻ റെഡിയാക്കി എടുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും പിന്നെ നമ്മുടെ സിന്ധു ആൻറ്റിയും കൂടിയിട്ടാണ്. സിന്ധു ആൻറ്റീൻ്റെ സ്പെഷ്യൽ മുട്ട ഫ്രൈ ആണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമ്മൾ താഴെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം 3 ഐറ്റംസ് കുനുകുനാന്നരിഞ്ഞ് വെച്ചത് ചേർക്കുന്നുണ്ട്. ഫസ്റ്റിൽ തന്നെ ഇതാ പച്ചമുളക്, പിന്നെ നമ്മൾ 4 മുട്ടക്ക് ആണ് 3 ചെറിയ ഉള്ളി എടുത്തേക്കുന്നത് കേട്ടോ, വലിയ. പിന്നെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ. തക്കാളി നല്ലപോലെ പഴുത്തത് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇവ മൂന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് വാടുന്നത് വരെ മാത്രമേ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഞാൻ എടുത്തിരുന്ന സ്പൂണ് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇത് വെച്ച് ഇളക്കുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്പീഡ് കൂട്ടുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ബോറടിക്കാൻ വേണ്ടി പാടില്ല എന്നെനിക്ക് നിർബന്ധമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ കളറൊക്കെ മാറി വന്നത് എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ അതിനിടയ്ക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കറിവേപ്പില കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തുകൊണ്ട് അത് വീഡിയോയിൽ കാണിച്ചില്ല എന്ന്. ഹസ്ബൻഡിനെ ആയിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. പുള്ളി അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, വീഡിയോയിൽ അത് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമായിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ 4 മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചും കൂടെ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുട്ട ഫ്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യുക, കാരണം മുട്ടൻ ടേസ്റ്റ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതാ 4 എണ്ണവും കൂടെ വളരെ ഇതായിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യാനുസരണം നിങ്ങളുടെ എരിവും അതിനൊക്കെ ചേർത്ത് നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർക്കുക കേട്ടോ. മുളക് പൊടി ചേർക്കുന്നത് എനിക്ക് ഇതിൽ അളവോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്കൊക്കെ നല്ല എരിവ് വേണ്ടുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് ഇതായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചീനച്ചട്ടിനേക്കാളും നല്ലത് ഇതുപോലുള്ള ഫ്രൈ പാനിൽ എന്താ പറയുക എടുക്കുന്നതായിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ എടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മുട്ടയൊക്കെ ഒഴിച്ചതിന് ശേഷം. അപ്പോൾ അതിലിടക്ക് നമ്മൾ മല്ലിപ്പൊടി കൂടി അതിലേക്ക് മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് വന്നിട്ടില്ല ഗൈസ്. നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഈ വീഡിയോ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ പറയാം കേട്ടോ. കാരണം അപാര ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ നല്ല എരിവായിരിക്കും, അതുകൊണ്ട് കുരുമുളക് ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയില്ലാണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മുട്ട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട വറക്കുന്ന സമയത്ത് നമ്മളവിടെ നിന്ന് എന്തൊക്കെയോ കൗണ്ടറൊക്കെ അടിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നല്ലപോലെ അത് ഫ്രൈ ആക്കിയതിന് ശേഷം എന്താ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുക്കുവാൻ വേണ്ടി സിന്ധു ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. തൂകുക എന്ന് വെച്ചപ്പോൾ ഞാൻ വേറെ എന്തുവാന്ന് വിചാരിച്ചത്. അവ ജസ്റ്റ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. ഓരോ നാട്ടിലും ഓരോരോ ഭാഷയാണല്ലോ. അപ്പോൾ ഇതാ നല്ലപോലെ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് മാത്രമേ നമ്മൾ ആ വെളിച്ചെണ്ണ ആഡ് ചെയ്യാറുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് സിന്ധു ആൻറ്റി പറയുന്നത്. കാരണം നമ്മൾ ഇതിന് മുൻപ് ആൻറ്റിയോട് റെസിപ്പി വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ അത് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പം അതേ ടേസ്റ്റ് ആളുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.